പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇന്നലെ രാത്രി ഒരു 10-10:30 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഒരു നോട്ടിഫിക്കേഷൻ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ രാത്രി സമയമായിട്ടാണ് ഞാൻ പിന്നെ ഒരു വീഡിയോ ചെയ്യാത്തത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഏറ്റവും പുതിയ യോഗ തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേ, ആദ്യമായിട്ട് ഇവർ പറയുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ പ്രസിദ്ധീകരണത്തിന് വേണ്ടി ആദ്യമായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ്റെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ആയിട്ട് പ്രത്യേകം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അതുകൂടി ഒന്ന് കാണുക. ഞാൻ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാമേ. അപ്പോൾ ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ നമ്മുടെ IRBയിലേക്കുള്ള തസ്തികകളിലേക്കുള്ള പോസ്റ്റ് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ കാറ്റഗറി നമ്പർ 136/2022 ആണ് കേട്ടോ. 136/2022 എന്ന് പറയുന്ന തസ്തികയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ആണിപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതിലേക്കുള്ള അവസാന തീയതി കൊടുത്തിട്ടുണ്ട്. മെയ് 18 വരെ നമുക്കിനി അപേക്ഷിക്കാമെന്നും ഇതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി അഭിമുഖം നടത്താനായിട്ട് പോകുന്നത് ഏതൊക്കെയെന്ന് വെച്ചാൽ, ഒന്ന് വനം വന്യജീവി വകുപ്പിലേക്കുള്ള റേഞ്ച് ഓഫീസർ ഫോറസ്റ്ററിലെ സംസ്ഥാന തലം, അതുപോലെ തന്നെ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ ഗാർഡ്, അതുപോലെ തിരുവനന്തപുരം ജില്ലയിലെ ആയുർവേദ കോളേജ് നഴ്സ് ഗ്രേഡ് 2, അങ്ങനെ ഒരുപാട് തസ്തികകളിലേക്കുള്ള അഭിമുഖം നടത്താനായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഈ വായിക്കുന്ന ഈ ഒരു PDF നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ടെലഗ്രാം ചാനലിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യുക. അതിലേക്കുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാമേ. അപ്പോൾ ഈ അഭിമുഖം നടത്താൻ പോകുന്നത് കണ്ടല്ലോ, വനം വകുപ്പ്, ചലച്ചിത്ര വികസന കോർപ്പറേഷൻ, അതുപോലെ തന്നെ ആരോഗ്യ കോളേജിലേക്ക്. അതുപോലെ തന്നെ ഹാജരാകുന്നവർ എന്ത് ചെയ്യണം, PSCയുടെ വെബ്സൈറ്റിൽ നിന്നും COVID-19 ചോദ്യാവലി ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് അപ്ലോഡ് ചെയ്യേണ്ടതാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പ്രമാണ പരിശോധന നടത്താനായിട്ട് പോകുന്നത് തൊഴിൽ വകുപ്പിലെ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ ഗ്രേഡ് 2 കാറ്റഗറി നമ്പർ ഉണ്ടല്ലോ 126/2018 പ്രമാണ പരിശോധനയാണ് ഇപ്പോൾ നടത്താനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ തസ്തികയിലേക്ക് മെയ് 11, 12, 13 തീയതികളിലേക്ക് PSC ആസ്ഥാന ഓഫീസിൽ വെച്ചാണ് പ്രമാണ പരിശോധന നടത്തുമെന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈലിൽ സന്ദേശം, SMS എന്നിവയിലൂടെ ഉദ്യോഗാർത്ഥികൾക്ക് അറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ OMR പരീക്ഷ നടത്താനായിട്ട് പോകുന്നത് മീറ്റ് പ്രോഡക്റ്റ് ഓഫ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ ലാബ് ടെക്നീഷ്യൻ കാറ്റഗറി നമ്പർ ഉണ്ടല്ലോ. അതുപോലെ തന്നെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള മോർച്ചറി ടെക്നീഷ്യൻ്റെ ഗ്രേഡ് 2 കാറ്റഗറി നമ്പർ ഉണ്ട്. തസ്തികയിലേക്കുള്ളത് മെയ് 11 തീയതി രാവിലെ 10 മുതൽ 12 വരെ ആയിരിക്കും OMR പരീക്ഷ നടത്തുക. അപ്പോൾ അവരെന്ത് ചെയ്യുക, ആവശ്യമുള്ളവർ ഹാൾ ടിക്കറ്റ് പ്രൊഫൈലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പൊതുപ്രഥമ പരീക്ഷയുടെ ആദ്യഘട്ടം നമ്മൾ പറഞ്ഞതാണ്, 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ ഫസ്റ്റ് ഫേസ് നടത്താനായിട്ട് പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ OMR പരീക്ഷ ആയിരിക്കും 2022 മെയ് 15 തീയതി നടത്താനായിട്ട് പോവുക. ഉച്ചയ്ക്ക് 1:30 മുതൽ 3:15 വരെ ആയിരിക്കും പരീക്ഷ എന്ന് പറയുന്നുണ്ട്. ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യണം, അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് വരേണ്ടതാണ്. ഓക്കെ. അപ്പോൾ നിലവിൽ ഒരുപാട് LDC നമ്മുടെ LGSൻ്റെ കുറച്ച് ഷോർട്ട് ലിസ്റ്റുകൾ വന്നിട്ടുണ്ട്. അത് പക്ഷേ സ്പെഷ്യൽ കാറ്റഗറിയുടെ ഷോർട്ട് ലിസ്റ്റാണ് വന്നിട്ടുള്ളത്. ജനറൽ കാറ്റഗറിയുടേതോ അല്ലെങ്കിൽ ബാക്കിയുള്ള വകുപ്പിൻ്റെതോ ഒന്നും വന്നിട്ടില്ല. എന്തായാലും നോട്ടിഫിക്കേഷൻസ് ഏത് വന്നാലും ഞാൻ ആദ്യം നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും, ഏറ്റവും ആദ്യം തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് എന്ത് ചെയ്യുക, ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി മറക്കാതെ എനേബിൾ ചെയ്തിടാനും മറന്നുപോകരുത്. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ നോട്ടിഫിക്കേഷൻസിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യുക. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ. ഇനി എനിക്ക് പറയേണ്ടത് അൺഅക്കാഡമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കോഴ്സുകളെ കുറിച്ചാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ കോഴ്സുകളെ കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാര്യം നിലവിൽ ഇപ്പോൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ അൺഅക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട എഡ്യൂക്കേറ്റേഴ്സും വളരെ മികച്ച എഡ്യൂക്കേറ്റേഴ്സിൻ്റെയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് അൺഅക്കാഡമിയിൽ അവൈലബിൾ ആയിരിക്കും. കൂടാതെ തന്നെ നിങ്ങൾക്ക് ആരംഭം എന്ന പേരിലുള്ള 55 ദിവസത്തേക്കുള്ള 10th ലെവൽ പ്രിലിംസിൻ്റെ ഫുൾ സിലബസ് കവർ ചെയ്യുന്ന ഒരു കോഴ്സ് അവൈലബിൾ ആണ്. ദൗത്യം എന്ന പേരിലുള്ള 150 ദിവസത്തേക്കുള്ള ഡിഗ്രി ലെവൽ പ്രിലിംസ് മെയിൻസിൻ്റെയും ആയിട്ടുള്ള കോഴ്സ് അവൈലബിൾ ആണ്. അതിലേക്ക് ഞാനും നിങ്ങൾക്ക് പഠിപ്പിക്കാനുണ്ട്. ഞാൻ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് ആണ് പഠിപ്പിക്കാനായിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഈ കോഴ്സിലേക്ക് നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യുക. എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇനി അൺഅക്കാഡമിയിലും അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിവ് എന്ന പേരിലുള്ള 150 ദിവസത്തേക്കുള്ള SCRT മൊത്തം കവർ ചെയ്യുന്ന ഒരു കോഴ്സ് അവൈലബിൾ ആണ്. ദൗത്യം എന്ന പേരിലേക്കുള്ള 150 ദിവസത്തേക്കുള്ള ഡിഗ്രി ലെവലിൻ്റെ ഒരു കോഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പോരാത്തതിന് ഉയരെ എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. ഉയരെ എന്ന് പറയുന്ന ഈ കോഴ്സ് എന്ന് പറഞ്ഞാൽ KS എക്സാമിൻ്റെ ആണ് കേട്ടോ, ഉയരെ. അപ്പോൾ ഇതിനും ഒരുപാട് ആൾക്കാർ, ഇത് പ്രിലിംസ് കംസ് മെയിൻസ് ബാച്ചാണ്. തീർച്ചയായിട്ടും അതിലേക്കും നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ബിവറേജസ് LD ഒക്കെ താല്പര്യമുള്ളവർക്ക് അതിനകത്ത് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബിവ്കോ LD എക്സാമിലേക്കുള്ള ജേതാവ് എന്ന പേരിലുള്ള 100 ദിവസത്തെ കോഴ്സ് അവൈലബിൾ ആണ്. അറിവ് എന്ന പേരിലുള്ള 120 ദിവസത്തെ കോഴ്സ്, അത് കേരള SCRT കംപ്ലീറ്റ് കവർ ചെയ്യുന്ന അറിവ് എന്ന പേരിലുള്ള ഒരു കോഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ ഒരുപാട് ടെസ്റ്റ് സീരീസും അതുപോലെ തന്നെ പ്ലസ് ടെസ്റ്റുകളും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ അക്കാഡമിയിൽ കൊടുക്കുന്നതായിരിക്കും. പോരാത്തതിന് നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഈ ഒരു കോഡ് കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക.
ശ്രദ്ധിക്കുക. കാര്യം നിങ്ങൾക്ക് ഏറ്റവും നല്ല ഓഫർ ലഭിക്കാനായിട്ട് HPL10 എന്ന് പറയുന്ന ഈ കോഡ് ഒന്ന് ഉപയോഗിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഞാനൊന്നും കൂടി പറഞ്ഞുതരാം. HPL10 എന്ന് പറയുന്ന ഈ ഒരു കോഡ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% മുതൽ 20% വരെ ഉള്ള ഓഫറുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പോരാത്തതിന് നിങ്ങൾ അൺഅക്കാഡമിയുടെ യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് 29% വരെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ലഭിക്കാനുള്ള സാധ്യതകളുമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിലവിലത്തെ നമ്മുടെ പ്ലാൻസ്. ഇതൊക്കെയാണ് കണ്ടല്ലോ. നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു കോഡ് HPL10 എന്ന് പറയുന്ന ഈ ഒരു കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിൻ്റെ ഒരു കുറവിനകത്ത് നിങ്ങൾക്ക് അൺഅക്കാഡമിയിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് കഴിയുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു അവസരം നല്ലപോലെ തന്നെ യൂസ് ചെയ്യുക, അൺഅക്കാഡമി മെമ്പർ ആവുക. എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അൺഅക്കാഡമിയിലും അവൈലബിൾ ആയിരിക്കും. അതുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക, കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എൻ്റെ പ്രൊഫൈലിൽ എൻ്റെ പേര് എന്ന് ഹരിശങ്കർ PL എന്നാണ്. നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, അൺഅക്കാഡമിയിലെ ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്ത ശേഷം ഹരിശങ്കർ PL എന്ന് സെർച്ച് ചെയ്ത ശേഷം പ്രൊഫൈൽ കൂടി ഫോളോ ചെയ്യുകയാണെങ്കിൽ ഞാൻ എടുക്കുന്ന അൺഅക്കാഡമിയുടെ ഫ്രീ ക്ലാസ്സസ് നിങ്ങൾക്ക് അൺഅക്കാഡമിയിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊക്കെ ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു.